സോന. ഞാൻ നീറ്റ് 2022 എൻ്റെ മാർക്ക് 633 ആയിരുന്നു. ഞാൻ ഡോക്ടറെ നീറ്റ് ഗാല സ്റ്റുഡൻ്റ് ആയിരുന്നു. 2019 +2 കഴിഞ്ഞൊരു സ്റ്റുഡൻ്റാണ് ഞാൻ. ഇപ്പോൾ സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നീറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ളത്. +2 സാധാരണ പോലെ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ഓഫ് സ്റ്റഡി തന്നെയായിരുന്നു. സാധാരണ കുട്ടികളെ പോലെ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചൊരു കുട്ടിയെ പോലെ എക്സാംസിന് വേണ്ടി മാത്രം പഠിച്ച് ആ ഒരു ബേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പം നീറ്റിൻ്റെ പ്രിപ്പറേഷന് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി എക്സാം +2 കഴിഞ്ഞിട്ടാണ് നീറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ കോച്ചിങ്ങിന് പോയി. കോച്ചിങ് സെൻറ്ററിൽ എത്തിയപ്പോഴാണ് വർഷങ്ങളോളം ഈ ഒരു സ്വപ്നത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഞാൻ കാണുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിന് ബേസ് ഉണ്ടാവണം, സബ്ജക്റ്റിൽ കൺസെപ്റ്റ് ശരിയാവണം, കാൽക്കുലേഷൻസ് ഒക്കെ ഫാസ്റ്റർ ആവേണ്ട കാര്യമുണ്ട്, NCERT ലൈൻ ബൈ ലൈൻ വായിക്കേണ്ട ഇതുണ്ട്. പക്ഷെ നമ്മുടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളവിടെ എത്തിയപ്പം. പക്ഷെ ഇതൊക്കെ പക്കയായിട്ടുള്ള സ്റ്റുഡൻസാണ് കൂടെ ഉള്ളത്. അപ്പം അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ 2020 എക്സാം, അതായത് 180 ക്വസ്റ്റ്യൻസിന് 180 മിനിറ്റ് 3 ഹവേഴ്സിൻ്റെ എക്സാമുള്ള ആ ഒരു പാറ്റേണിലുള്ള എക്സാമുള്ള ആ ഒരു ടൈം കൊറോണയ്ക്കൊക്കെ മുമ്പായിരുന്നു. അങ്ങനെ വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ ഇതിങ്ങനെ കോച്ചിങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ബേസൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല റാങ്കൊന്നും ആദ്യം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതായത് 1000 സ്റ്റുഡൻസിൻ്റെ എക്സാം കിട്ടാൽ നമ്മുടെ റാങ്ക് 500 അബോയോ അല്ലെങ്കിൽ 750 അബോ ഒക്കെ ആയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്ന് എല്ലാവരും വീട്ടിലേക്ക് വിട്ടു. എല്ലാവരും വീട്ടിലേക്ക് വിട്ടിട്ടാകുമ്പോൾ എക്സാംസൊക്കെ ലാഗാവാൻ വേണ്ടി തുടങ്ങി. മെയ്യിൽ പറഞ്ഞ എക്സാം വന്ന് സെപ്റ്റംബറിലാണ് നടക്കുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞപ്പം എക്സാം അത്യാവശ്യം നല്ല എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നത്. പക്ഷേ നമുക്ക് ബേസിൻ്റെ കുഴപ്പമുണ്ടായിരുന്നത് കൊണ്ടും പിന്നെ പ്രിപ്പറേഷൻസൊക്കെ കുറേ ലാഗ് അടിച്ചതുകൊണ്ടും കിട്ടില്ല എന്നെനിക്ക് ഉറപ്പായി. ആ എക്സാം ക്രാക്ക് ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അന്ന് എനിക്ക് 550+ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ ഗവൺമെൻറ്റിൽ കിട്ടാനുള്ളൊരു മാർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വീട്ടിൽ പറഞ്ഞു. റിപ്പീറ്റ് പൊയ്ക്കോളാനും പറഞ്ഞു. അങ്ങനെ റിപ്പീറ്റിന് പോയി. ആദ്യമേ എനിക്ക് ബയോളജിക്ക് അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത രീതിയിൽ ബയോളജി പോകുമായിരുന്നു. കെമിസ്ട്രി ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് മാത്രമാണ് ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫിസിക്സിൽ എനിക്ക് മാത്സ് അത്ര പക്കയായിട്ടുള്ള ആളല്ല ഞാൻ. അപ്പം ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഫിസിക്സ് ഒരു കൺസെപ്റ്റാക്കി ശരിയാക്കി വെക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനെ ഫിസിക്സിൻ്റെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തപ്പോഴാണെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക്സും റേ ഒപ്റ്റിക്സും റൊട്ടേഷൻ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാഠം വരുമ്പം ഞാൻ അത് തൊടുപോലും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവസാനം എത്തിയപ്പോഴത്തേക്കും അതൊക്കെ ഓക്കെ ആവാൻ വേണ്ടി തുടങ്ങി. കെമിസ്ട്രി ആണെങ്കിലും എനിക്ക് ഇനോർഗാനിക്കും ഫിസിക്കൽ കെമിസ്ട്രിയും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ റെഡി ആവാൻ വേണ്ടി തുടങ്ങി. ബയോളജി വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അതും തട്ടിമുട്ടി പോകാൻ വേണ്ടിയൊക്കെ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ 200 ക്വസ്റ്റ്യൻസ് വന്നത്. 200 ക്വസ്റ്റ്യൻസിന് 180 മിനിറ്റ് ആ ഒരു പാറ്റേൺ വന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് കൂടി. അപ്പം എനിക്ക് ഫിസിക്സ് അത്യാവശ്യം ചെയ്യാനൊക്കെ കിട്ടും. പക്ഷേ ടൈം ലാഗിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ആ ഒരു 1 മിനിറ്റ് എന്ന ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതായിരുന്നു പ്രശ്നം. അങ്ങനെ 2021 എക്സാം വന്നു. കെമിസ്ട്രിയും ബയോളജി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് രീതിയിൽ തന്നെ പോയി. എക്സാംസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എഴുതിപ്പോയി. പക്ഷേ ഫിസിക്സിന് എനിക്ക് അവസാനം ½ ആൻ അവേഴ്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 30 മിനിറ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി 30 മിനിറ്റോടെ ഞാൻ ഒരിക്കലും ഫിസിക്സ് കംപ്ലീറ്റ് ആക്കി തീരില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ഫിസിക്സ് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഫിസിക്സിൽ എനിക്ക് അന്ന് 100 താഴെയായിരുന്നു ഫിസിക്സിന് മാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് മാർക്ക് ആദ്യം ഉണ്ടായിരുന്ന റിപ്പീറ്റ് ചെയ്തതിനേക്കാൾ മാർക്ക് കുറഞ്ഞിട്ട് വന്നു. അതായത് എനിക്ക് 550 താഴെ പോയി മാർക്ക്. റാങ്ക് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കയറിപ്പോയി. അങ്ങനെ റാങ്ക് ആകെപ്പാടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കാരണം 2 കൊല്ലവും പോയി. നമ്മൾ വിചാരിച്ച കാര്യമായിട്ട് നടന്നുമില്ല. അന്നേരപ്പം പിന്നെ ആലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ കിട്ടിയെന്ന് പോകാം എന്നൊരിത് വന്നു. എന്നാലും വീട്ടിൽ നിന്ന് ഒരു വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അവൾ ഒന്നുകൂടെ എഴുതിക്കോട്ടെ എന്നൊരിത് വന്നു. വീട്ടുകാർ നന്നായി സപ്പോർട്ട് ചെയ്തു. പക്ഷെ എന്നാലും എനിക്ക് രണ്ടാമത് ഒന്നുകൂടെ പഠിക്കുക എന്നുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് ആകെ ഉള്ളതിനേക്കാളും മാർക്ക് കുറഞ്ഞിട്ട് വന്നു. അപ്പോൾ ആകെപ്പാട് സങ്കടമായിപ്പോയി. ആദ്യം എനിക്കധികം സങ്കടം ഉണ്ടായിരുന്നില്ല. അതായത് റിപ്പീറ്റ് ചെയ്തിട്ട് മാർക്ക് കിട്ടാതെ വന്നപ്പോഴും അധികം സങ്കടമൊന്നുമില്ല. കാരണം നമ്മളത് പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്, കിട്ടില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ റിപ്പീറ്റ് ചെയ്തിട്ടും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആകെപ്പാട് സങ്കടമായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കുട്ടിയൊക്കെ ട്യൂഷനൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഓണായത്. കാരണം നമുക്ക് ആ ഒരു ബേസിക് മാത്സ് ഒക്കെ നമ്മൾ
കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുമ്പം ആ ബേസിക് മാത്സ് ഒക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഒന്നുകൂടെ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ കിട്ടും എന്നൊരു ഉള്ളിൻ്റെ ഒരു ബോധം വന്നു. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഫെബ്രുവരിയിൽ മറ്റോങ്ങാണ്ടാണ് ഫെബ്രുവരിയിലാണ് ഞാൻ സൂപ്പർ റിപ്പീറ്റ് തുടങ്ങുന്നത്. അങ്ങനെ ഫെബ്രുവരിയിൽ സൂപ്പർ റിപ്പീറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ സൂപ്പർ റിപ്പീറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ചിന്തിച്ചത് എനിക്ക് എവിടെയാണ് കുഴപ്പമെന്നുള്ളത് ആദ്യം ചിന്തിച്ചു. ഞാൻ കുറേ ടോപ്പേഴ്സിൻ്റെ എല്ലാം കുറേ ഇൻ്റർവ്യൂസ് ആയിരുന്നു കണ്ടു. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിലുള്ള കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതിലാണ് കാര്യം എന്ന് മനസ്സിലായി. അങ്ങനെ ആദ്യം സൂപ്പർ റിപ്പീറ്റ് ടൈപ്പ് ഞാൻ ബയോളജിയുടെ ക്ലാസ് ഒന്നും അങ്ങനെ കാണില്ലായിരുന്നു. കെമിസ്ട്രി ആണെങ്കിലും അറിയത്തില്ലാത്ത പോർഷൻസിന് കെമിസ്ട്രിയുടെ ക്ലാസ് കാണും. ഫിസിക്സും അത്യാവശ്യം എനിക്ക് ഫിസിക്സ് ആദ്യമേ തൊട്ട് പ്രശ്നമായതുകൊണ്ട് തന്നെ ഫിസിക്സ് അത്യാവശ്യം എല്ലാം തന്നെ കണ്ടു. അങ്ങനെ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി തുടങ്ങി. എനിക്ക് ബുദ്ധിമുട്ടുള്ള പാഠമൊക്കെ ആണെങ്കിലും ഫിസിക്സ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആവാൻ വേണ്ടി തുടങ്ങി. ബയോളജി ആദ്യമേ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ബയോളജി ആ രീതിയൊക്കെ അങ്ങ് പോയി. അങ്ങനെ ഫെബ്രുവരിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ മാർച്ച് ഏപ്രിൽ ആയപ്പോഴത്തേക്കും തന്നെ എല്ലാം പക്കയായി. അതായത് കൺസെപ്റ്റൊക്കെ ക്ലിയറായി. ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോഴത്തേക്കും മോഡൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഞാൻ സോൾവ് ചെയ്തു. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സ്മാർട്ട് വർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്മാർട്ട് വർക്കിലൂടെയാണ് എൻട്രൻസ് ക്രാക്ക് ചെയ്യുകയെന്ന് പറയില്ല. പക്ഷേ ഈ സ്മാർട്ട് വർക്ക് വരണമെങ്കിൽ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്താലേ ഈ സ്മാർട്ട് വർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഡയമെൻഷൻ വഴിയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വഴി അത് നമ്മൾ സ്വയം കണ്ടുപിടിക്കുന്ന വഴികളാണ്. ആ ഒരു വഴികളിലൂടെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കൺസെപ്റ്റ് അറിയില്ലെങ്കിലും സബ്ജക്റ്റ് അറിയില്ലെങ്കിൽ കൂടി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക് മനസ്സിലായി. കാരണം നമുക്ക് മനസ്സിലാവും എന്തായാലും ഇത്ര ഓപ്ഷൻസ് ഒന്നും ആയിരിക്കില്ല, ഈ ഓപ്ഷൻ ആയിരിക്കും ഒരു ബോധം നമുക്കുണ്ടാവും. അങ്ങനെ ആ ഒരു ടൈപ്പ് ഒരു കൺസെപ്റ്റ് വരണമെങ്കിൽ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് നല്ല പരിചയം ഉണ്ടാവണം. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കുറേ സോൾവ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. എല്ലാത്തിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഒക്കെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമായിരുന്നു. ഇൻസൈറ്റ് വായിക്കുമായിരുന്നു. ഇൻസൈറ്റ് വായിച്ചിട്ട് ഞാൻ ടെക്സ്റ്റിൻ്റെ സൈഡിൽ തന്നെ ഒക്കെ എഴുതി വെക്കുമായിരുന്നു. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് വേറെ ബുക്കിനകത്തോട്ട് മാറ്റി എഴുതുമായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ ബുക്കിനകത്തോട്ട് മാറ്റി എഴുതും. ആ മാറ്റി എഴുതുമ്പം ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ പക്കയായിട്ട് തന്നെ ആ ബുക്കിനകത്ത് എഴുതി വെക്കും. പിന്നെ നമുക്ക് ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ക്വസ്റ്റ്യൻ കൊള്ളാലോ അല്ലെങ്കിൽ ഇത് വരുമല്ലോ എന്നൊരു തോന്നൽ തോന്നും. ആ ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ ഞാൻ ആ ബുക്കിനകത്തോട്ട് മാറ്റി എഴുതുമായിരുന്നു. അപ്പോൾ അവസാനം എത്തിയപ്പോഴത്തേക്കും ലാസ്റ്റ് നമുക്ക് ഓൾ മോഡലും അല്ല ഫുൾ ടോപ്പിക്കൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അവസാനം നീറ്റിൻ്റെ തലേന്നൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഈ ഷോർട്ട് നോട്ടിൻ്റെ ബുക്കും ഈ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച ബുക്കും മാത്രമാണ് വായിച്ചിട്ടുണ്ടാകുന്നത്. എനിക്ക് അതിനകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം. ഇനി 2022 കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്സ് അത്യാവശ്യം എളുപ്പമായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും എളുപ്പമായിട്ടാണ് ഫിസിക്സ് വന്നത്. ബയോളജി കുറച്ചൊക്കെ ഒന്ന് ലെങ്തി ആണെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. പഠിച്ചൊരു കുട്ടിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. കെമിസ്ട്രി ഒരു മീഡിയം ലെവലായിരുന്നു. കെമിസ്ട്രി വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ആ ഒരു രീതിയിൽ പോയി. അങ്ങനെ തർക്കേടില്ലാത്ത രീതിയിൽ മാർക്കും കിട്ടി, ക്രാക്ക് ചെയ്ത രീതിയിലായി. പിന്നെ ഡോപ്പേനെ പറ്റി പറയുകയാണെങ്കിൽ ഡോപ്പയുടെ മെൻറ്റർഷിപ്പ് നമുക്ക് എത്രയൊക്കെ സബ്ജക്റ്റിൽ എത്രയൊക്കെ നമ്മൾ പഠിപ്പിച്ചാലും ആ ഒരു മെൻ്റൽ സപ്പോർട്ട് ഭയങ്കര ഇതാണ്. ആ ഒരു മെൻ്റൽ സപ്പോർട്ട് എനിക്ക് കിട്ടിയത് ഡോപ്പയിൽ നിന്ന് തന്നെയാണ്. ഡോപ്പയുടെ മെൻറ്റേഴ്സ് ആണെങ്കിലും ബാക്കി ഫാക്കൽറ്റീസൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ തന്നെ ഡോപ്പയിൽ ഉണ്ടായിരുന്നു. ഇപ്പം 2-3 കൊല്ലമായതുകൊണ്ട് തന്നെ ഡോപ്പയിൽ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അവസാനം ഇഗ്ഗാല എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ക്ലാസ്സസൊക്കെ നല്ലതായിരുന്നു. എക്സാംസും അത്യാവശ്യം നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഈ 2023 സ്റ്റുഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ അതായത് ബേസ് പക്കയായിരിക്കണം, കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ എക്സാംസ് പക്കയായിട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് 2023 കിട്ടും. ഓക്കെ, താങ്ക് യു.